എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സട്ടോറുവിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. മറ്റൊരു വഴിയും ഇല്ലാതിരുന്നാൽ ഒരിക്കൽ കൂടി എന്നെ തിരികെ അയച്ചു തരണമേ എന്ന് അവൻ ആകാശത്തേക്ക് നോക്കി പറയുന്നു. വീണ്ടും ശ്രമിച്ചാൽ കയോവിനെ രക്ഷിക്കണമെന്ന് അവന് വിശ്വസിക്കുന്നു. അത്ഭുതമായി അവൻ്റെ പ്രാർത്ഥന ശരിയാകുന്നു. സട്ടോറു വീണ്ടും സയൻസ് സെൻ്ററിലേക്ക് കയോടൊപ്പം തിരികെ എത്തുന്നു. അതേസമയം അവൻ്റെ സുഹൃത്തുക്കളും അകത്ത് കടക്കുന്നു. ഇത്തവണ കയോയെ രക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാൻ അവൻ ഉറപ്പിക്കുന്നു. ഫെബ്രുവരി 29 കയോയെ രക്ഷിക്കാനായി സട്ടോറു തൻ്റെ പൂർണ്ണ ശക്തിയും ഉപയോഗിക്കുന്നു. ക്ലാസ്സുകൾക്കിടയിൽ കെന്യ അപ്പോൾ ഇവൻ്റെ പേര് പറയാൻ മറക്കണ്ട, ഇവനാണ് കെന്യ. ഇനിയുള്ള ഇതിലൊക്കെ നിങ്ങൾക്ക് ഇവനെ കാണാം. ഒരു മെയിൻ ക്യാരക്ടർ എന്ന് ഞാൻ പറഞ്ഞില്ല, ബട്ട് മൈ ഫേവറേറ്റ് ക്യാരക്ടർ ദി സീരീസ്. അപ്പോൾ സട്ടോറുവിനോട് സംസാരിക്കണമെന്ന് പറയുന്നു. പുറത്തേക്ക് പോയി സട്ടോറു ഇപ്പോൾ ഒരുപാട് മാറിയ ആളാണെന്ന് കെന്യ പറയുന്നു. മുമ്പ് ആളുകളോട് കരുതുന്നു എന്ന് തനി നടിച്ചിരുവെങ്കിലും ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ കരുതുന്നുവെന്ന്. കെന്യക്ക് ഇത് ഇഷ്ടപ്പെടുന്നു. നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു സൂപ്പർ ഹീറോ എന്ന് സട്ടോറുവിന് മറുപടി. ശേഷം കയോക്ക് എന്തു സംഭവിക്കുമെന്നുള്ളതും മുഴുവനും കെന്യയോട് സട്ടോറു പറയുന്നു. കേട്ട ശേഷം കെന്യയും സഹായിക്കുമെന്ന് പറയുന്നു. ഞാനൊരു സൂപ്പർ ഹീറോ ആയിക്കോളാം എന്ന്. ദുർഭാഗ്യശാലൻ അവർ ക്ലാസ്സിൽ വൈകിയാണ് എത്തുന്നത്. അതിനാൽ നമ്മളെ യാഷിറോ സർ അവരെ വെള്ളം നിറച്ച ബക്കറ്റ് പിടിച്ച് പുറത്ത് നിർത്തുന്നു. അതിനുശേഷം സുഹൃത്തുക്കളോട് കെന്യയോടൊപ്പം കുട്ടികളുടെ കേന്ദ്രത്തിലേക്ക്, അതായത് ചിൽഡ്രൻസിൻ്റെ എന്തോ പ്രശ്നം, ചിൽഡ്രൻസിനെ നിർത്തി അവിടെ കളിക്കുന്ന ഒരു സ്ഥലം, അത് വിചാരിച്ചാൽ മതി. അപ്പോൾ അവിടേക്ക് പോകുന്നു. സട്ടോറു പറയുന്നു തനിക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ അവശേഷിച്ചുണ്ട്. അവൻ യൂക്കിയെ സമീപിക്കുന്നു. കോഴ്സിൽ കുറ്റക്കാരൻ യൂക്കി അല്ല എന്ന് അവിടെ സട്ടോറു ഉറപ്പിക്കുന്നു. പിതാവിൻ്റെ മുറിയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ച് സട്ടോറു വീണ്ടും കുട്ടികളുടെ കേന്ദ്രത്തിലേക്ക് മടങ്ങുന്നു. അവിടെ ചില സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ സട്ടോറുവിൻ്റെ കയോയുടെയും ജന്മദിനം മുൻപത്തേതുപോലെ തന്നെയാകും. പക്ഷേ ആഘോഷത്തിനിടയിൽ സ്കൂൾ എന്തോ വിട്ടുപോയി എന്ന് പറഞ്ഞ് സട്ടോറു പുറത്തേക്ക് പോകുന്നു. യാഥാർത്ഥ്യത്തിൽ യൂക്കിയുടെയും അവൻ്റെ അച്ഛൻ്റെയും കാറുകളുടെ ടയർ പൊളിക്കുകയും അച്ഛൻ്റെ ജനലിലേക്ക് കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ യൂക്കിയുടെ അച്ഛൻ പോലീസിനെ വിളിക്കുന്നു. അതോടെ സട്ടോറുവിന് ആലിംബം ലഭിക്കുന്നു. ശേഷം കയോയുടെ അമ്മയെ കണ്ടുപിടിച്ച് അവളെ നിയന്ത്രിക്കാനാകാമെന്ന് പടികളിൽ നിന്ന് തള്ളിയിടാൻ സട്ടോറുവിന് ആലോചിക്കുന്നു. ഭാഗ്യവശാൽ അവനെ കെന്യ തടയുന്നു. സട്ടോറു എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന പ്രവർത്തികൾ ചെയ്യുമോ എന്ന ഭയത്തിൽ കെന്യ അവനെ പിന്തുടർന്നുവെന്ന് പറയുന്നു. ഇതിനൊപ്പം സട്ടോറു പറയുന്നു കയോയെ അവളുടെ അമ്മയിൽ നിന്ന് രക്ഷിക്കാനും പോലീസിന് ഇടപെടാനും ഒരു പദ്ധതി വേണം. അതിന് സട്ടോറുവിന് ഒരു പദ്ധതി തയ്യാറാണ്. കയോയെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ നിന്നെ പോവുകയാണ് എന്ന് പറയുന്നു. അതിന് കയോ സമ്മതിക്കുന്നു. സട്ടോറു കെന്യയും ചേർന്ന് കയോവിനെ മറ്റൊരു സ്കൂളിൻ്റെ ഉപേക്ഷിച്ച ബസ്സിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സുഖകരമായ ഒരു ഇടം ഒരുക്കി നൽകുന്നു. അവർ അവിടെ തന്നെ ഇരിക്കണം. രാത്രി സട്ടോറു തിരികെ വരുന്നു. 3 പ്രാവശ്യം തട്ടും എന്നാണ് സമ്മതം. കെന്യയെ കയോയെ നന്ദി പറയുന്നു. അതാണ് സുഹൃത്തുക്കൾ ചെയ്യേണ്ടത് എന്ന് കെന്യ പറയുന്നു. പിന്നെ അവർ ഓരോരുത്തരും വീട്ടിലേക്ക് മടങ്ങുന്നു.
രാത്രി സട്ടോറോ കിടിലൻ ഭക്ഷണവുമായി എത്തി കയോടൊപ്പം അവിടെ തന്നെ ഇരിക്കുന്നു. പിറ്റേന്ന് രാവിലെ കെന്നി അവരെ ഉണർത്തുന്നു. അവർ തമ്മിൽ ചേർന്ന് ഉറങ്ങുകയായിരുന്നു. അതിനുശേഷം സട്ടോറോ സ്കൂളിലേക്ക് പോകുന്നു. കെന്നിയെ ബസ്സിൽ തന്നെ തുടരുന്നു. സ്കൂൾ കഴിഞ്ഞപ്പോൾ സട്ടോറോ ഹൊറോമിയെ കൂടെ കൊണ്ടുവരുന്നു. അവളുടെ ഒരിക്കൽ തട്ടിക്കൊണ്ടുപോയപ്പെട്ടവരാണല്ലോ. ഒസാമുവിനെയും കസുവിനെയും ഒന്നും പറയരുത് എന്ന് സട്ടോറോ പറയുന്നു. അവിടെ ഇരിക്കുമ്പോൾ കയോ ഒരു മികച്ച ആശയവുമായി വരുന്നു. പദ്ധതിയുടെ മുഴുവൻ കുറ്റവും ഞാൻ ഏറ്റെടുത്ത എന്ന്. അങ്ങനെ എല്ലാവരും രക്ഷപ്പെടുന്നു. ആ രാത്രിയിൽ കയോനെ ബസ്സിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ബസ്സിൻ്റെ വാതിൽ തുറക്കുന്നു. ശബ്ദം കേൾക്കുന്നു. പക്ഷേ അത് സട്ടോറോ അല്ല. പിന്നെ ആരാണത്? ഇനി അത് കൊലയാളിയാണോ? വരും എപ്പിസോഡിൽ കാണാം. പിന്നെ അടുത്ത എപ്പിസോഡ് എന്നാ വരാമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും കഴിഞ്ഞ പരമാവധി ഞാൻ വിടാൻ ശ്രമിക്കാം.